ഉണ്ണിയപ്പോ അപ്പൂസേ അയ്യോ മക്കളെ നീ വന്ന മക്കളെ അയ്യോ എന്നെ രവി വിളിച്ചു പറഞ്ഞു. അതിനിടയ്ക്ക് ന്യൂസ് എത്തിച്ചാ മകളെ അത് കഴിച്ചാ? ഇല്ല അപ്പൂ, നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഇരിപ്പുണ്ടോ അവിടെ? പിങ്കി ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നു കണക്ക് തന്നെ. അതറിയാന്നുള്ളോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. മക്കളെ ഞാൻ ചെയ് അകത്തോട്ട് പോ. ഞാൻ ചെടി നനച്ചിട്ട് വരാം. ഓക്കെ. ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്കിരുന്ന് വെട്ടി വിഴുങ്ങണല്ലേ? എന്റെ വീട്ടിൽ വരെ ഞാൻ അത് നിന്റെ നേരത്തെ കാലത്ത് വിളിച്ച് പറയണം. അല്ല, ഒരു അനിയത്തിന്ന സ്ഥിതിക്ക് നിനക്ക് നേരത്തെ മെസ്സേജ് അയക്കായിരുന്നു. അങ്ങനെ എനിക്കിപ്പോ അയക്കാൻ തോന്നിയില്ല. എന്തോ അടി കാണിക്കുന്നേ? എന്ത്? എടി, അടുക്കളയിലാണോ ബാഗ് കൊണ്ട് വെക്കുന്നേ? എന്റെ വീട് എനിക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെയാണോ വെക്കും. അതെന്റെ ഇഷ്ടം. നിനക്കെന്ത്? ഓ, വന്നപ്പോ തന്നെ ഉടക്കാനാണല്ലേ പ്ലാന്? ആണെങ്കി നിനക്ക് വന്നേ ഉള്ളൂ. ഇത്ര ദിവസമായി. അതെ, അനിയത്തെ കണ്ടിട്ടും കുറച്ച് ദിവസമായി. എനിക്കും തരായിരുന്നു ഒരു ഹഗ്. നിന്നെ ഹഗ് എനിക്ക് തോന്നിയില്ല. അത് തോന്നിയില്ല, അത്ര തന്നെ. അല്ല, വന്ന് കേറിയപ്പോ തന്നെ വഴക്ക് തുടങ്ങിയല്ലോ. എന്താടി കാര്യം? എനിക്കറിഞ്ഞു. എന്താടി? എനിക്ക് വഴക്കൊന്നും മാമ. പിന്നെ സ്നേഹമുള്ളിടത്തല്ലേ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. ഓ, നീ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ കണ്ണകലുമ്പോ മനസ്സകലുമെന്നാണല്ലോ പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നീ ദൂരെയൊക്കെ പോയതുകൊണ്ട് നിനക്ക് പുതിയ കൂട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കിട്ടിക്കാണും. അപ്പൊ നമ്മളെന്നും വേണ്ടല്ലോ. വേണ്ട വേണ്ട. ഓഹോ, ശരി. മാമനും വരുമ്പോളെ എന്താന്ന് വെച്ചാ കാണിക്കട്ടോ. ഞാൻ പോണം. പണിപ്പോയണ്ടല്ലോ. എനിക്ക് നല്ല വിശക്കുന്നു. ദോശ വിട്ട് വെച്ചേക്കുന്നു, കഴിക്ക്. അവളുണ്ടാക്കിയ ദോശയല്ലേ, വായ വെച്ച് തിന്നാൻ കൊള്ളാവും. അത് ഇച്ചിരി ബുദ്ധിമുട്ടാ കഴിക്കാൻ. അഡ്ജസ്റ്റ് ചെയ്താൽ കഴിക്കടി. വിശന്ന് പോയില്ലേ? വിശന്ന പുല്ലും തിന്നണോന്നാണല്ലോ. കഴിച്ചോക്കാം. പിന്നെ എന്തുണ്ടോ വിശേഷം? പറ. ഞാൻ ഇങ്ങനൊക്കെ പോകുന്നടി. അവിടുത്തെ വിശേഷം എന്തുണ്ട്? നല്ല വിശേഷം. ആമാ, ഇത് ഒട്ടും ഉപ്പില്ല. അത് ഞാനും ഇങ്ങനെ കഴിച്ചേ സമ്മതിക്കണം. അതുകൊണ്ട് പഞ്ചാര മുക്കി കഴിയും. എന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പണിസാറിന്റെ അടുത്ത് കളിക്കില്ലായിരുന്നു. കൊണ്ടുപോ. എന്ത് പറ്റിയ എന്റെ ദേഷ്യത്തില്? അപ്പോനൊരു കാര്യം അറിയോ? എന്ത്? ഞങ്ങള് കണ്ണും നോക്കുമ്പോ കീരിയും പാമ്പും ആണെങ്കിലും അവള് പോയി കഴിഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം വിഷമായെന്നറിയോ? അവളിപ്പോ വന്നപ്പോ ആണെങ്കി ഷോ, അതും പട്ടി ഷോ. നീ ആരെ കാര്യം പറയണത്? റിങ്കി പൂ. റിങ്കി പൂവാ? റിങ്കി പൂ അല്ല, റിങ്കി അപ്പു. അവക്ക് എന്ത് കുഴപ്പം? അവക്ക് കുഴപ്പം അവൾ ആ കൂടെ അങ്ങ് മാറിപ്പോയി. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോ എന്നെ വേണ്ട എന്ന് അവള് പറഞ്ഞ? അവളങ്ങനെ പറഞ്ഞൊന്നുമില്ല. പക്ഷെ എനിക്ക് അവളെ സ്വഭാവം കണ്ടപ്പോ അങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. റിങ്കിയെ പക്വതയുള്ള കുട്ടിയാണ്, അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല മക്കളെ. ഓ, റിങ്കി പക്വതയുള്ള കുട്ടി. അപ്പൊ എനിക്ക് പക്വത ഇല്ലെന്നാണ് പറഞ്ഞു പറഞ്ഞല്ലേ? ഞാൻ പറയാൻ തകുതി പറഞ്ഞെന്ന് പറയണതിന് അപ്പു ഇനി ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി കേട്ടാ. തലയ്ക്ക് സുഖല്ലേ ഈ പെണ്ണിന്? എനിക്ക് തലയ്ക്ക് സുഖമല്ലല്ലേ? അല്ലേലും സത്യം പറയുന്നവർക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണല്ലോ ലോകം മുദ്ര കുത്തിയിട്ടുള്ളത്. അതെ, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ടേ. അയ്യോ, ഇവളെന്തിനു കാണിക്കണേ? ഇവള് അളിയന്റെ കാര്യമൊന്നും പറയണ്ട. അവിടെ ചെന്നും പാട്ട് പാടി. മാമൻ അറിയാലോ അച്ഛന്റെ പാട്ട്. അയ്യോ, അറിയാം. തുടങ്ങി കഴിഞ്ഞാ പിന്നെ നിർത്തൂല. അടിമോളെ വന്നേ. എടി, എന്റെ അച്ഛനെ അവിടെ ചെന്നും പാട്ട് പാടിയെന്ന്. അതിനൊന്ന് പറഞ്ഞാലേ, പണ്ട് നമ്മള് നിനക്ക് അറിഞ്ഞൂടായോ, നമ്മളെല്ലാം കൂടെ അന്ന് ആ ബാങ്കിന്റെ ഫംഗ്ഷന് പോയപ്പോഴേ അളിയൻ അന്ന് സ്റ്റേജിൽ കയറി 6 പാട്ടാ അടുപ്പിച്ച് പാടിയത്. അല്ല, പിന്നെ പുള്ളി മാനേജരായതുകൊണ്ടേ താഴെയുള്ള ജീവനക്കാർക്ക് ഇത് കേട്ടോണ്ടിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവസാനം ഒരുത്ത എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അളിയൻ ഇല്ലയോ എങ്ങനെയെങ്കിലും ചെന്ന് പറഞ്ഞു നിർത്തിയിട്ടാണ്. ഓ, അച്ഛനില്ലാത്തപ്പോ അച്ഛന്റെ കുറ്റം ഇരുന്ന് അങ്ങ് പറയുവാണല്ലേ? പറയാനാളൊന്നും പറയാത്ത പോലെ. അല്ല, ഉള്ള കാര്യമില്ലോടി. എടി, അതല്ല, ചുറ്റുമുള്ള അയലോക്കാരൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ ഒരുപാട് പേരൊന്നും കമ്പനി അടിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ 2 കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടു. ഒന്ന് 9-ലും ഒന്ന് 10-ലും. എന്റെ സ്വന്തം അനിയത്തെ പോലെ തോന്നും അവരെ കണ്ടു കഴിഞ്ഞാൽ. എന്നെ ഈ ചേച്ചിയെ പോലെ കാണണം, അത്ര സ്നേഹം. ആണോ? കണ്ടാ ഇവളെ പോലൊക്കെ ഇരിക്കുവോ? ഇവളെക്കാളും കൊള്ളാം. ഏതായാലും അടുത്തുള്ളവരായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുന്നത് നല്ല കാര്യമാണ്.
അതെ. പിന്നെ ഉം. ഞാൻ നിനക്കൊരു നെയിൽ പോളിഷും കുറച്ച് മേക്കപ്പ് സെറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെനിക്ക് തിരിച്ചു വേണം. എന്തിനെന്നോ? എന്റെ അനിയത്തിമാർക്ക് കൊടുക്കാനാ. എന്റെ അതില്ല. നിന്റെ അതില്ലേ? ഇല്ല. മാമ പച്ച കള്ളമാണ് പറയുന്നത്. ഇവിടെ അതുണ്ട്. എടിയത് ഉണ്ടായിരുന്നു തിരിച്ചു കൊടുത്തേ. ആ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റി. അത് കാണാനില്ല. എടി മോളെ നിനക്ക് എന്തിനാ ഈ മേക്കപ്പ് ബോക്സ്? പൊന്നും കുടത്തിന് എന്തിനാ പൊട്ട്? നീ കാണാൻ സുന്ദരിയില്ല. ഞാൻ കൊടുക്കൂല. കൊടുക്കൂല. എന്താ പറ്റി? മാമ അതൊക്കെ ആ പിള്ളേര്. ഞാൻ പറയുന്നതിന് അപ്പുറം ഇല്ല. ഇവിടെ ഉണ്ട്. സ്നേഹവും ഇല്ല, ബഹുമാനവും ഇല്ല. ചേച്ചി ഇപ്പൊ ഒന്നേ ഉള്ളൂ. പിന്നെ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്ത്? നിനക്കൊരു സാധനം ഞാൻ കൊണ്ടുവന്നു. എന്താ സാധനം? അതെനിക്ക് നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. മക്കളാടാ ചേച്ചി കാണിച്ചു. എന്താ പറ്റി? ചേച്ചി പറകിലോട്ട് വരണുണ്ടേ. വരട്ടെ. അതിനിപ്പോ എന്ത്? നിനക്ക് കാണണ്ടേ ഞാൻ എന്താ വാങ്ങിച്ചെന്നു? കാണുന്നു. കേട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ, എന്റെ കറക്റ്റ് സൈസ് അല്ലേ? ഇഷ്ടായ? പിന്നല്ലാതെ ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോ നിനക്കും കൂടി മേടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ മേടിച്ചതാണ്. അടിപൊളി. അതെ, എനിക്കൊന്നും മേടിച്ചില്ലേ? നിനക്കോ? നിനക്ക് മേടിക്കാൻ നീ എന്താ? ഞാൻ നിന്റെ അനിയത്തി. അതോ പുതിയ അറിവായിരുന്നു കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. കാത്തുമ്മ നീ പോയി റെഡി ആവ്, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാന്ന്. അപ്പൊ പിങ്കി ചേച്ചി വേണ്ടേ? ഒരാവശ്യമില്ല. കാത്തുമ്മ പെട്ടെന്ന് റെഡി ആവും, നമുക്കൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് വരാം. ശരി. റിങ്കി, നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണേ? ഞാൻ എന്തോ ചെയ്തത് നിനക്ക്? നിന്നോട് വഴക്കിടാൻ എനിക്ക് നേരമില്ല കേട്ടല്ലോ. അതെ കാത്തു നീ വാ. ശരി.